സുറാഖയുടെ മകൾ. അതെ, സുറാഖയുടെ മകൾ. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കഥ ഇങ്ങനെ തുടങ്ങുന്നു. ഹംദും സ്തുതി നിന്നിൽ യാ ജലാലല്ലാ, കാരുണ്യം തിന്നിടുമീ അല്ലാ. കാവൽത്താനി സുബ്ഹാനല്ലാഹ് റഹീമല്ലാഹ്, കാത്തിട് നീ പെരിയോനല്ലാഹ്. ഉമറുൽ ഖത്താബ് ഓതിയൊരു കഥ, ഉദ്യോഗമാകെ നിറഞ്ഞുള്ളൊരു കഥ. അതു കേട്ടവർ താരീച്ചാകെ നിന്നു കഥ. ആജ്ഞവും ചെയ്യാനുറച്ചിടുന്നു സദാ. ഹംദും സ്തുതി നിന്നിൽ യാ ജലാലല്ലാഹ്, കാരുണ്യം തന്നിടും നീ അല്ലാഹ്. അതെ അതെ, ഒരിക്കൽ മദീന പള്ളിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അസ്ർ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് തന്റെ സഹാബികളോട് പറഞ്ഞു, അയ്യുൽ ഇഖ്വാൻ, എനിക്ക് നിങ്ങളോട് ഒരു കഥ പറയാനുണ്ട്. സഹാബികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്തായിരിക്കും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാനുണ്ടാവുക? ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളോട് പറഞ്ഞു, യാ സഹാബ, ഞാൻ എന്റെ പ്രതിനിധിയായി, ഇസ്ലാമിന്റെ പ്രതിനിധിയായി ഇറാനിലേക്ക് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ മകൻ ഖാസിം സുറാഖയെ അയച്ചിരുന്നു. കാരണം എന്തെന്നറിയാതെ ഷൈബാൻ കുന്നിന്റെ മുകളിൽ അവനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉമറിന്റെ നട്ടലിനെ അവർ ചോദ്യം ചെയ്തത്, ഇസ്ലാമിന്റെ ആണത്വത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് യാ സഹാബ, അവരോട് ഞാൻ പടപൊരുതുക തന്നെ ചെയ്യണം. അങ്ങനെ സഹാബികളെല്ലാം ആകാംക്ഷയോടെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ റെഡിയാണല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബ, നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ യുദ്ധത്തിന് ആര് നേതാവാകും? നമുക്ക് നല്ലൊരു നേതാവില്ലല്ലോ. അപ്പൊ സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ നേതാവാകും. ഞാനെങ്ങനെ നേതാവാകും? അപ്പൊ പുറകിൽ നിന്ന് ഒരാൾ എണീറ്റുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഉമർ റളിയല്ലാഹു അൻഹു പോകേണ്ട, ഉമറുൽ ഖത്താബ് പോകേണ്ട. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നത്? എല്ലാവരും പുറകോട്ട് നോക്കി. ഓ, നിങ്ങളോ? ഒത്തുപിടിച്ചവർ ചൊന്ന് നിത്താമലേ എന്ന് ശക്തന്നവരാണെന്ന് അത് പൊട്ടിച്ചിരി വന്ന്. ഒത്തുപിടിച്ചവർ ചൊന്ന് നിത്താമലയെ അന്ന് ശക്തന്നവരാണെന്ന് അത് പൊട്ടിച്ചിരി വന്ന്. ഉമറുൽ ഖത്താബ് പോകേണ്ട, ഉടരാൻ കൂടെ നിൽക്കേണ്ട. അതെ, അതാരാണ് പറഞ്ഞത്? സഖാൽ അലിയാർ തങ്ങൾ. അലിയാരാണ് പറഞ്ഞത്. കേട്ട ഉടനെ എല്ലാവരും അലിയാരുടെ പിറകിൽ പോയി. എങ്കിൽ അലിയാരാകട്ടെ നേതാവ്. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, വേണ്ട, അലിയാരും പോകണ്ട. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇവർ ഇങ്ങനെ പറയുന്നത്? അലിയാരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പോകണ്ട എന്ന് പറഞ്ഞത്? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബ, എന്തെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹു നമ്മുടെ മാത്രം രാജാവല്ല, ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉമർ തങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞത്. സഹാബികൾ പറഞ്ഞു, അത് ശരിയാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അലിയാർ പോകണ്ട എന്ന് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബ, എനിക്ക് ഇസ്ലാമികപരമായ വല്ല സംശയങ്ങൾ വന്നാൽ ഞാൻ ആരോട് ചോദിക്കും? അതുകൊണ്ടാണ് ഞാൻ അലിയാരും പോകണ്ട എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, എങ്കിൽ നമ്മുടെ നേതാവ് സഅദാകട്ടെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചോണ്ട് ചോദിച്ചു, സഅദോ? അത് വേണോ? അതെന്താ സഅദോ വേണമെന്നൊരു ചോദ്യം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ് തീവ്രവാദിയില്ലേ? അത് പണ്ടല്ലോ വരെ, ഇപ്പൊ സഅദ് തീവ്രവാദി എന്നല്ലല്ലോ. ഇത് പറഞ്ഞപ്പോ മദീന പള്ളിയുടെ വാതിലിന് മുമ്പിൽ ഒരു പർദ്ദയിട്ടൊരു പെണ്ണ്, ആസിമ എന്നാണ് അവളുടെ പേര്. അവൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇറാനിലേക്ക് ഒരു യുദ്ധസംഘത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതെ. നിങ്ങൾക്ക് നല്ലൊരു നേതാവിനെ കിട്ടുന്നില്ലല്ലേ? അതെ. നിങ്ങൾ 6 യുദ്ധത്തിൽ നേതാവാക്കിയാലും ഈ യുദ്ധം വിജയിക്കുമെന്ന് എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട സഹാബികൾ എല്ലാവരും ചിരിച്ചുപോയി. അപ്പോ ആ പെണ്ണിനോട് ചോദിച്ചു, നീ ആരാ? അപ്പോൾ ആ പെണ്ണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഹാഷിം ഉണ്ടല്ലോ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഖാസിം ഉണ്ടല്ലോ, അവരുടെ പിതാവ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ മകളാണ് ഞാൻ. ഇത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, ഞാൻ നിന്റെ പിതാവിനെ വന്ന് കണ്ടോളാം. സഹാബികളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബ, നിങ്ങൾക്ക് എല്ലാവർക്കും നേതാവ് സഅദാകണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അത് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇപ്പൊ പിരിച്ചു പോവുക. ഞാൻ പറയുന്ന ദിവസം എല്ലാവരും മദീന പള്ളിയിൽ ഒരുമിച്ച് കൊള്ളണം. അങ്ങനെ ഏതാനും ചില ആളുകൾ വിളിച്ചു. അതിൽ ഹാഷിമും ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോ സംഘത്തിന്റെ നേതാവാകണം. ഓരോ സംഘത്തിലും 7 ആളുകൾ വേണം.
ആളുകളാകണം, 7 സഹാബിമാരുടെ മക്കളാകണം. അങ്ങനെ യുദ്ധത്തിന്റെ ദിവസം ആത്താറായി. അപ്പോഴേക്കും എല്ലാവരും 7 ആളുകളെ ഒരുമിച്ച് കൂട്ടി. ഹാഷിം 7 ആൾ ഒരുമിച്ചു. യുദ്ധത്തിന്റെ ദിവസം ഹാഷിമിന്റെ സംഘത്തിൽപ്പെട്ട ആസിം ബിൻ ഉത്ബ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ മകനെ വല്ലാതെ പനി പിടിച്ചു. യുദ്ധത്തിന് വരാത്തൊരവസ്ഥയിലായി. ഇത് വല്ലാതെ സങ്കടമായി ഹാഷിമിന്. യുദ്ധത്തിന്റെ ദിവസം തന്റെ പിതാവായ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ അരികിൽ പോയി പറഞ്ഞു, പിതാവേ, ഉമർ റളിയല്ലാഹു യുദ്ധത്തിന് 7 ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഗ്രൂപ്പിൽ. ഒരാളെ എനിക്ക് കുറവുണ്ട്. ആസിം ബിൻ ഉത്ബ എന്ന് പറയുന്ന സഹാബിയുടെ മകന് വല്ലാത്ത പനിയാ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ പുറകിൽ നിന്ന് ഒരാള്, ഞാൻ മതിയോ, ഞാനും ഒരു സഹാബിയുടെ കുട്ടിയാ. ആളെ കിട്ടിയ സന്തോഷത്തിൽ ഹാഷിം തിരിഞ്ഞു നോക്കി, അയ്യടി നീയോ? കൂടെ പോരാനിവളാരിത്, അല്ല പിന്നെ എടി കുട്ടി കളിയല്ലേ തോർക്കിത്. ചോരക്കളാമാതിനച്ചത്, ചോറ് കറി വെക്കാനല്ല പറഞ്ഞത്. ഇതു കേട്ട് നേരമില്ലാസീമ ചൊല്ലി, എന്താണ് ഹാഷിമേനി ഇന്ന് ബില്ലി? ഈ ഉപ്പ തന്നോടെ മോളല്ലേ ഞാനും, നീ ഇപ്പോൾ ആളില്ല ഉലയുന്ന ആരും. ആണിന്റെ വേഷത്തിൽ ഞാനും കൂടാലോ, ആരും അറിയാതെ ഒന്നിച്ചിടാലോ. കൂടെ പോരാനിവളാണിത്, എടി കുട്ടി കളിയല്ലോർക്കിത്. അയ്യടി നീയോ? നിന്നെ കൊണ്ടാ പറ്റില്ല, നീ ഒരു പെണ്ണാണ്. അപ്പൊ അവള് പറഞ്ഞു, ഹാഷിമേ, എനിക്ക് ആസിം ഋതുബയല്ലേ ഇല്ലാത്തതുള്ളൂ, എങ്കിൽ ആസിമ വരാം. അവൾ പറഞ്ഞു, ഞാൻ പെൺവേഷത്തിലല്ലേ വരിക, ഞാൻ ആൺവേഷത്തിൽ വരാം എന്ന് പറഞ്ഞ് അവൾ വീടിന്റെ ഉള്ളിലോട്ട് പോയി. എന്നിട്ട് പിതാവിന്റെ വലിയൊരു ഖന്തൂറയും നല്ലൊരു തലപ്പാവും നല്ലൊരു മുഖം പൊടിയും ധരിച്ച് ഒരു അടിപൊളി ചെറുക്കനായി മുന്നോട്ട് വന്നു. ഇത് കണ്ടപ്പോ ഹാഷിം പറഞ്ഞു, നീ ഏത് വേഷം ധരിച്ചാലും ഉമർ റളിയല്ലാഹു നിന്നെ കണ്ട മനസ്സിലോ, അതുകൊണ്ട് നീ പോരണ്ട. അപ്പോ പിതാവ് സുറാഖത്ത് റളിയല്ലാഹു പറഞ്ഞു, മോനെ, നിന്റെ കൂടെ അള്ളാഹു ഉണ്ട്, നീ ഇവളെയും പോയി യുദ്ധത്തിന് കൊണ്ടുപോകുക. അങ്ങനെ എല്ലാവരും മദീനയിൽ ഒരുമിച്ച് കൂടി ഉമർ റളിയല്ലാഹു സഹാബികളോട് പറഞ്ഞു, സഹാബാ, ഞാൻ സുറാഖ് റളിയല്ലാഹുവിന്റെ അരികിൽ പോയി വരാം. അങ്ങനെ സുറാഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തി. സുറാഖ് റളിയല്ലാഹു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ സുറാഖ, നിങ്ങളുടെ മകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിൽ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇറാനിലേക്ക് അയക്കുന്ന യുദ്ധസംഘം വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് ശരിയാണോ? അപ്പൊ സുറാഖ് റളിയല്ലാഹു പറഞ്ഞു, അതെ ശരിയാണ്. നിങ്ങളുടെ നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അതെ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ അത് പറയേണ്ടത് എന്നോടല്ല, മദീനയുടെ ജനങ്ങളോടാണെന്ന് പറഞ്ഞുകൊണ്ട് സുറാഖ് റളിയല്ലാഹുവിനെ കൂട്ടി ഉമർ റളിയല്ലാഹു മദീനയിലെത്തി. എന്നിട്ട് സുറാഖ് റളിയല്ലാഹു ജനങ്ങളോട് സംസാരിച്ചു, അയ്യുഹൽ ഇഖ്വാൻ, സുറാഖ മരിക്കൂല. എങ്ങനെ മരിക്കൂല? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനം പുലരാതെ സുറാഖത്ത് ബിൻ മാലിക് മണ്ണിലോട്ട് പോകൂല. തിരുത്തോടന അബൂബക്കറുണ്ടെന്നേ, സ്വാദിക്കിൻ തിരുവാക്യവിൽ ഒരു സാക്ഷിയവരല്ലേ. യസുദുജുറുജിൻ പൊൻകിരീടം ഞാനണയോലേ, യത് പിടിയിൽ ചങ്കോൽ വന്ന് ചേരൂലേ. യസുദുജുറുജിൻ പൊൻകിരീടം ഞാനണയോലേ, യത് പിടിയിൽ ചങ്കോൽ വന്ന് ചേരൂലേ. സുറാഖ് റളിയല്ലാഹു സഹാബികളോട് പറഞ്ഞു, സഹബ, എന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വരുമ്പോ എന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിലോട്ട് ആണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ രക്ഷക്കായി വിളിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ രക്ഷപ്പെടുത്തി. എന്നിട്ട് എന്നെ ഊരിപ്പിടിച്ച വാളുകളിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു, യാ സുറാഖ, നിന്റെ ഈ ഊരിപ്പിടിച്ച കൈകളിൽ, വാൾ പിടിച്ച കൈകളിലേക്ക് യസ്ദുജുർജിന്റെ ധീരചങ്കോൽ ഞാൻ വരുന്നത് കാണുന്നു സുറാഖ. നിന്റെ ഈ തലപ്പാവിന്റെ പകരം യസ്ദുജുർജിന്റെ തലപ്പാവ് ഞാൻ വരുന്നത് കാണുന്നു സുറാഖ. സുറാഖ് റളിയല്ലാഹു സഹാബികളോട് പറഞ്ഞു, സഹാബ, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം വിജയിക്കുക തന്നെ ചെയ്യും. സഹാബികൾക്കെല്ലാം വല്ലാത്തൊരു സന്തോഷമായി. ഉമർ റളിയല്ലാഹു സഹാബികളോട് പറഞ്ഞു, സഹാബ, നിങ്ങൾ പോവുക യുദ്ധത്തിന്. പോകുമ്പോ ഷെയ്ബാൻ കുന്നിന്റെ താഴ്വാരത്തിൽ ഹസൻ മുസന്ന റളിയല്ലാഹു അൻഹുവിന്റെ വീട് കാണും, അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുപോവുക, നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും. അങ്ങനെ ഇറാനിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആ സൈന്യത്തെ അയച്ചു യുദ്ധം ചെയ്യാൻ. അങ്ങനെ അവർ ഷെയ്ബാൻ കുന്നിന്റെ താഴ്വാരത്തെത്തി ഹസൻ മുസന്ന റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അവർ യുദ്ധത്തിന് പോയി. അവർ ഇറാനിന്റെ മണ്ണിലോട്ട്
മണ്ണിലോട്ടെത്തി. അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവരും ഖാദിസിയ പോർക്കളത്തിൽ ഒരുമിച്ച് കൂടി. ഖാദിസിയ പോർക്കളത്തിൽ രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് അതാ സദസ്സിന്റെ പുറകിലൂടെ, ആ പോർക്കളത്തിന്റെ പുറഭാഗത്തിലൂടെ ഒരു കറുത്ത കുതിരമ്മ, ഒരു കറുത്ത സാധനം ഇങ്ങനെ വരുന്നു. എന്നിട്ട് പെട്ടെന്ന് പോർക്കളത്തിന്റെ സെന്ററിൽ നിന്നു. അവർ വെല്ലുവിളിക്കാൻ തുടങ്ങി. അത് യസ്ദജുർ രാജാവിന്റെ മകളാണ് തഹ്മീന. ആൾ വെല്ലുവിളിക്കാൻ തുടങ്ങി, എന്നെ കൊണ്ട് പടപൊരുതാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? മുസ്ലിങ്ങളോട് വെല്ലുവിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ട ആസിമ തന്റെ കുതിരയുമായിട്ട് പോർക്കളത്തിലെത്തി. തഹ്മീനക്കറിയില്ല ഇത് പെണ്ണാണെന്ന്. അങ്ങനെ ആസിമാനെ കണ്ടയുടനെ തഹ്മീന തന്റെ കുതിരയെ പുറകോട്ടെന്ന് വലിച്ചു. രണ്ട് ചെവി പൊക്കി തിരിച്ചു. തഹ്മീനയുടെ കുതിരകൾ കാല് പൊക്കി, രണ്ട് കാല് കൈ പൊക്കി, രണ്ട് കാലും അങ്ങനെ നടന്നു വരുന്നു. ഇത് കണ്ട ആസിമ തന്റെ കുതിരയെ ചെവി പൊക്കി, രണ്ട് കൈയും മുട്ടുകുത്തി വരുന്നു. രണ്ട് കുതിരയും അടുത്ത താറായപ്പോ ആസിമ എന്ത് ചെയ്തെന്നോ, തന്റെ കുതിരയെ പൊക്കി വാളുറയിൽ വാളുരി, എന്നിട്ട് തഹ്മീനയുടെ കുതിര വയറ്റിൽ വെട്ടി. തഹ്മീനയും കുതിരയും ഭൂമിയിൽ വീണു. തഹ്മീന രണ്ട് കൈയും പൊക്കി. ഇത് കണ്ട ഇസ്ലാമിക സൈന്യം തക്ബീർ വിളിക്കാൻ തുടങ്ങി. തക്ബീർ വിളിക്കാൻ തുടങ്ങിയപ്പോ ആസിമ എന്ത് ചെയ്തു? കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോ തഹ്മീൻ രണ്ട് കൈയും ഭൂമിയിലടിച്ച് ആസിമാന്റെ കാല് പിടിച്ച് കെട്ടി, കയ്യും കാലും കൂട്ടി. എന്നിട്ട് കുതിരപ്പുറത്ത് കയറി അവർ അവിടെ നിന്ന് ഓടിപ്പോയി. ഇത് കണ്ട ഹസൻ ഹുസൈനയും ഹാഷിമും അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയും കൂടി അവരുടെ പുറകിൽ പോയി. അങ്ങനെ അവർ എത്തിപ്പെട്ടത് ഇർഹിറ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലായിരുന്നു, കാടിനുള്ളൊരു കൊട്ടാരം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവരെ കാണുന്നില്ല, ആഷിമാനെയും തഹ്മീനെയും കാണുന്നില്ല. ഇവർ ആ കൊട്ടാരത്തിന്റെ പർവ്വതങ്ങളിൽ കയറി നോക്കി, മതിലുകളിൽ കയറി നോക്കി. അങ്ങ് ദൂരെ ഒരു പുൽച്ചെടി ഇങ്ങനെ ആടുന്നത് കണ്ടു. ഇവർ അവിടെ പോയപ്പോൾ എന്തേലും ഒരു സംസാരം കേൾക്കുന്നുണ്ട്. തഹ്മീന ആസിമാനോട് പറയുകയാണ്, നീ എന്നെ വിവാഹം കഴിക്കുക. അപ്പോൾ ആസിമ പറഞ്ഞു, ഞാനൊരു പെണ്ണാണ്. നീ ഒരു പെണ്ണാലടി എന്ന് പറഞ്ഞ് വാളുറയിൽ നിന്നും വാളുരി വെട്ടാൻ നിൽക്കുമ്പോ വെട്ടരുത്. ഇത് കണ്ട തഹ്മീന തിരിഞ്ഞു നോക്കിയപ്പോ തന്റെ ഉസ്താദാണ്, ഇസ്ലാം മതം സ്വീകരിച്ചു. അവൾ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ? നിനക്ക് ഞാൻ നിന്റെ വേദഗ്രന്ഥത്തിലൂടെ ഓതി തന്നിട്ടില്ലയോ അഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച്? ആ പ്രവാചകന്റെ പാർട്ടിക്കാരാണ് ഇവര്. ഞാൻ ആ മതം സ്വീകരിച്ചിരിക്കുന്നു. ആ മതാണ് യഥാർത്ഥ മതം. നിനക്ക് വേണമെങ്കിൽ ആ മതം സ്വീകരിക്കാം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ തഹ്മീന പറഞ്ഞു, നമുക്ക് എത്രയും വേഗം പോർക്കളത്തിലെത്തണം. എന്റെ പിതാവ് ആനകളെ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനകളെ ഇറക്കിയാൽ നമ്മുടെ ഇസ്ലാമിക സൈന്യത്തിന് പേടി വരും, അവർ ഭയന്നോടാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം അവിടെ എത്തണം. അവർ ഖദീസിയ പോർക്കളത്തിലെത്തി. അപ്പോഴേക്കും അവർ ആനകളെ ഇറക്കിയിരുന്നു. ആനകളെ ഇറക്കി ആന പുറത്ത് കയറി വെല്ലുവിളിക്കാൻ തുടങ്ങി. വാ വാ നിങ്ങളൊരുങ്ങ്, വാ വാ നിങ്ങളൊരുങ്ങ്, കൂടാൻ ഞങ്ങളിറങ്ങി പോരടിക്കാൻ വാ, പൊരുതിടാനായി വാ, ആനപ്പുറത്തായി ഞങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ വാ, ആനപ്പുറത്തായി ഞങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ വാ, വാ വാ ഞങ്ങളൊരുങ്ങ്. അതെ, അവർ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഇസ്ലാമിക സൈന്യത്തിന് വല്ലാതെ ഭയം തോന്നി. അപ്പൊ തഹ്മീൻ എന്ത് ചെയ്തു? അവൾ കുറച്ച് അമ്പെയ്ത്തുകാരെ വിളിച്ചു വരുത്തി. അങ്ങനെ അമ്പെയ്ത്തുകാരെ വിളിച്ചു വരുത്തി അവർ അമ്പ ചെയ്തു ആനയുടെ കണ്ണിലോട്ട്. അമ്പ് നേരെ പോകുന്നത് ആനയുടെ കണ്ണിലോട്ട്. കണ്ണ് തറച്ചു കയറി ആനകളെ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. ചിഹ്നം വിളിച്ച ആനകൾ തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ പുറത്തുള്ള ആളുകളെ നിലത്തിട്ട് ചവിട്ടിക്കൊന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് കൊല്ലപ്പെട്ടു. ഇസ്ലാമിക സൈന്യം വിജയിച്ചു. അങ്ങനെ അവരെല്ലാവരും മദീനയിൽ ഒരുമിച്ച് കൂടി. സുറാഖയും ഒരുമിച്ച് കൂടി. സുറാഖ് റളിയല്ലാഹു അൻഹു യസ്ദജുർജിന്റെ ധീരചങ്കോലും തലപ്പാവും ധരിപ്പിച്ചു. എന്നിട്ട് സുറാഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, അയ്യുൽ ഇഖ്വാൻ ഇനി സുറാഖ മരിക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. മദീനയിൽ ഒരു വാർത്ത വരുന്നു, സുറാഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്നുള്ള വാർത്ത. എല്ലാവരും വല്ലാതെ വിഷമത്തിലായി. ഓടിയെത്തി സുറാഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറ്റപ്പുരയിലോട്ട്. എന്നിട്ട് സുറാഖ് റളിയല്ലാഹു എല്ലാ മയ്യത്ത് കർമ്മങ്ങളും ചെയ്തു. മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്ത് കഫം പുടവ ചെയ്ത് കബറടക്കി. അങ്ങനെ ആ സുറാഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ണീരൊഴിപ്പിക്കാൻ ഒരേ ഒരു മകൾ മാത്രമേ ബാക്കിയായിരുന്നുള്ളൂ. അതാണ് സുറാഖയുടെ മകൾ. മയ്യത്ത് മയ്യത്ത് ഭൂമിയിൽ നിറയെ മയ്യത്ത്, ധർമ്മമധർമ്മം നീതിയനീതി എല്ലാം പിറകിൽ മയ്യത്ത്. ഞാനൊരു നാളിൽ മയ്യത്ത്, നീയും മറ്റൊരു മയ്യത്ത്. മയ്യത്തേ നിൻ ചെയ്തികളെന്ത്, മാറ്റൂ കൽബിൽ നീയത്ത്, മാറ്റൂ കൽബിൽ നീയത്ത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.